നിങ്ങൾ ലൈഫിൽ അബ്യൂസസ് എക്സ്പീരിയൻസ് ചെയ്തവരെ കണ്ടിട്ടുണ്ടോ? അതും നിങ്ങൾ അതിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒരുപാട് ആളുകളായിട്ട് എൻ്റെ വർക്കിൻ്റെ കാര്യത്തിൽ ഇടപഴകേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. പലപ്പോഴും ചൈൽഡ്ഹുഡിൽ സ്പെസിഫിക്കലി ഇങ്ങനത്തെ അബ്യൂസ് പോലെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എന്താണെന്നറിയോ? അബ്യൂസിനേക്കാൾ ഉപരി അവർക്ക് വീട്ടിൽ പോയി പറയുമ്പോൾ കിട്ടുന്ന റിയാക്ഷനാണ്, അല്ലെങ്കിൽ പറയാനുള്ളൊരു സ്പേസ് ഇല്ലാതിരിക്കുന്നതാണ്. വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ പോയി അത് തുറന്നു പറയാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയിൽ ആ കുഞ്ഞു കുട്ടികൾ അത് സർവൈവ് ചെയ്യേണ്ടി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് അവരുടെ പേഴ്സണാലിറ്റീനെ തന്നെ മാറ്റിക്കളയും. പലപ്പോഴും ആളുകൾക്ക് അത് മനസ്സിലാവുക പോലും ഇല്ല എന്തുകൊണ്ടാണ് ഇവർ ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണേന്ന്. പലപ്പോഴും അത് അറിയുന്നതിനേക്കാൾ ഉപരി മടിയാണ്, അല്ലെങ്കിൽ അത് ഷീ ഈസ് വെരി ഇൻട്രോവേർട്ടഡ്, ആ രീതിയിലുള്ള ലേബലിങ്ങിലേക്കാണ് പലപ്പോഴും പോവാറ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളോട് വന്ന് സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പെർഫെക്റ്റ് പാരൻസ് ആവാനുള്ള തിരക്കിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം നിങ്ങൾ വിട്ടുപോകുന്നുണ്ടോ എന്ന് ഓർക്കണം. ബിക്കോസ് ദാറ്റ് ക്യാൻ ലീവ് എ ലാസ്റ്റിംഗ് ഇംപ്രിൻറ്റ് ഇൻ ദെയർ ലൈഫ്. പലപ്പോഴും ഏറ്റവും സങ്കടം തോന്നുന്നത് അവരിൽ അതാണ്. അവർക്ക് വന്നൊന്ന് പറഞ്ഞ് ആ ഒരു അംഗീകാരം, ഒരു ആശ്വാസം കിട്ടിയാൽ തന്നെ അവരുടെ പല വൂണ്ടും പോവും. തനിയെ അവർക്ക് ആ ഒരു പാരന്റിഫിക്കേഷൻ, അവർക്ക് ആ ഒരു വലിയ ആളെ പോലെ പെരുമാറി ആ പെയിൻ ഡീൽ ചെയ്യേണ്ടി വരുന്നതാണ് പല ട്രോമകളുടെയും കാരണം.